സുന്ദരക്കുട്ടന്മാരെ, നാമജപത്തിന്റെ പുണ്യല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഭഗവത് കഥകൾ കേട്ടാലും ശ്രവണം, അങ്ങനെ ശ്രവിച്ചാലും അതിന് ഫലമുണ്ട്. അതാണ് വൈശാഖ കാലത്ത് പല സ്ഥലത്തും സപ്താഹങ്ങളും ഭാഗവത പാരായണങ്ങളും ഒക്കെ നടക്കാറുണ്ട്. ഈ ശ്രീമദ് ഭാഗവതം ഇങ്ങനെ ഓരോ സ്ഥലത്തും പോയി സപ്താഹമായി നടത്തി കാലം കഴിച്ചു കൂട്ടുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. കുഞ്ഞുമണികളെ, കഥ കേട്ടോളൂ ട്ടാ. അദ്ദേഹം ഈ കഥ പറയാൻ ഒരുങ്ങിയപ്പോ രാവിലെ തലേ ദിവസം തുടങ്ങി വെച്ചു. പിറ്റേ ദിവസം അതിരാവിലെ നേരത്തെ ചെന്ന് ആദ്യം സഹസ്രാമം ഇങ്ങനെയുള്ളതൊക്കെ ചൊല്ലി ഭാഗവതം കഥ പറയാൻ ഒരുങ്ങിയപ്പോ എന്തുണ്ടായി? തലേ ദിവസം വന്ന ഒരു കള്ളൻ അറിയാതെ മുകളിൽ കിടന്നുറങ്ങിയിരുന്നു തട്ടുംപുറത്ത്. അയാൾക്ക് വെളിച്ചായത് അറിഞ്ഞില്ല. ഇനിയിപ്പൊ എങ്ങനെയാ ഇറങ്ങി പോവുക? ഇറങ്ങാനും വയ്യ. ഇവിടെ താഴെ സപ്താഹം നടക്കുകയല്ലേ, അതിന്റെ ഇടയിൽ കൂടി ഇറങ്ങിപ്പോയാൽ ആരെങ്കിലും പിടിക്കില്ലേ? അപ്പൊ എന്ത് ചെയ്തു? അദ്ദേഹം തട്ടുംപുറത്ത് ഒളിച്ചിരുന്നു, ആ കള്ളൻ. മനസ്സിലാവുണ്ടോ കുഞ്ഞുമണികളെ? അങ്ങനെ ഇരിക്കുമ്പാണ് ഈ കഥ പറഞ്ഞ് ഇങ്ങര് ഉണ്ണിക്കണ്ണന്റെ കുട്ടിക്കുറുമ്പുകളെ കുറിച്ചും കുഞ്ഞിക്കുറുമ്പുകളെ കുറിച്ചും വികൃതിയെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറുമ്പ് കാണിച്ച് വന്നു കഴിഞ്ഞാലും യശോദാമ്മ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആദ്യേ. ദേവകി വസുദേവരുടെ പുത്രനായാലും വളർത്തമ്മയും വളർത്തച്ഛനും നന്ദഗോപരും യശോദാമ്മയാണല്ലേ. അവിടുന്ന് രാവിലെയാ കുളിപ്പിക്കുമ്പോ തന്നെ എന്ത് പറയും ഉണ്ണിക്കണ്ണൻ? എന്താ പറയാ? എനിക്ക് ഏട്ടന്റെ അത്ര നിറയില്ലല്ലോ അമ്മേ, എന്നെ തേച്ചു കുളിപ്പിച്ചില്ലല്ലോ, എന്നെ നല്ലോണം തേപ്പിച്ച് കുളിപ്പിച്ചിരുന്നെങ്കിലും ഞാൻ നല്ലോണം വെളുക്കില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു കുറെ ചിണുങ്ങും. അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ചിണുങ്ങിയിട്ട് എന്ത് പറയും? അപ്പൊ എന്താ യശോദമ്മ പറയാ? അല്ല ഉണ്ണിക്കണ്ണ, ഏറ്റവും നല്ല കളറ് മയിൽപ്പീലിയുടെ കളറ് കണ്ടിട്ടില്ലേ, കാർമേഘത്തിന്റെ കളറ് കണ്ടിട്ടില്ലേ, അക്കളറാണ് എൻ്റെ ഉണ്ണിക്കണ്ണന്. കണ്ണൻ ആ കളറാട്ടോ നല്ലത് എന്നൊക്കെ പറഞ്ഞ് നല്ല പോലെ കണ്ണെഴുതി, ഗോരോചനം കൊണ്ട് കണ്ണെഴുതി, നല്ല വാലിട്ട് കണ്ണെഴുതി, കുറി തൊട്ട്, അത് കഴിഞ്ഞിട്ട് കഴുത്തില് ഒരു മാല ചാർത്തി, കയ്യില് ഒരു മാല കെട്ടിയപ്പം തോന്നി അത് പോരാ, കറുപ്പുമല് സ്വർണമാലകൾ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ അണിയുമ്പം ഒന്നുകൂടി ഭംഗി കൂടല്ലോ. ഇങ്ങനെ ഈ നമ്പൂരി ഭാഗവത ആചാര്യനെ ഇങ്ങനെ വർണ്ണിക്കാണ്. ആദ്യം ഒരു മാലട്ടു, അപ്പം തോന്നി അത് ഒന്നുകൂടി ഭംഗി വേണമെന്ന്, അടുത്ത് അതിലും വലിയൊരു മാലട്ടു, അത് കഴിഞ്ഞ് അതിലും വലിയൊരു മാലട്ടു എന്ന് പറഞ്ഞിങ്ങനെ പറയാണ്. കയ്യില് ഒരു വളട്ടപ്പ അത് പോരാ, അടുത്തൊരു തളട്ടു, പിന്നെ കാലില് 2-3 കിലുങ്ങുന്ന ഒരു ഇതിട്ടു. ഇങ്ങനെ പറയാ, കയ്യിൽ എത്ര മോതിരട്ടു. അങ്ങനെ ഓരോന്ന് ഉണ്ണിക്കണ്ണൻ എങ്ങനെ അണിയിക്കുന്നത് ഇങ്ങനെ ആ ഭാഗവത ആചാര്യ ഇങ്ങനെ വർണ്ണിച്ചോണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കുഞ്ഞുമണികളെ.